ഗാസ മുനമ്പിൽ ഹമാസ് തടവിലാക്കിയവരുടെ ഭാവിയെ സംബന്ധിച്ചുള്ള എല്ലാ ഉത്തരവാദിത്വം നെതന്യാഹുവിനാണെന്ന് ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ്. ഇസ്ലാമിക ജിഹാദ് പ്രസ്ഥാനത്തിന്റെ സൈനിക വിഭാഗമായ അൽഖുസ് ബ്രിഗേഡ്സ് നടത്തിയ പ്രസ്താവനയിലാണ് ഇസ്രയേലിന് ഈ മുന്നറിയിപ്പ് പ്രധാനമായും ലഭിച്ചിരിക്കുന്നത്. പാലസ്തീന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം വെടിനിർത്തൽ കരാറിലെ കടമകളും പ്രതിബന്ധങ്ങളും അനുസരിച്ചായിരിക്കും പ്രധാനമായും. എന്നാൽ ശത്രുക്കൾ അതിന് വിപരീതമായി തങ്ങളുടെ ബന്ദികൾക്ക് നേരെ നീചമായി പ്രവർത്തിച്ചുവെന്നും ഇസ്ലാമിക് ജിഹാദ് ശക്തമായി ആരോപിച്ചു. ഹമാസിന്റെ കയ്യിൽ അകപ്പെട്ടവരുടെ ഭാവി നെതന്യാഹുവിന്റെ പ്രവർത്തനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. ശത്രു കരാറിൽ പ്രതിജ്ഞാബദ്ധമായി തുടരുന്നതിനാൽ തങ്ങളും എല്ലാം പാലിച്ചു നിലകൊള്ളുമെന്നാണ് ഇറാൻ ഇസ്രയേലിന് നൽകുന്ന പ്രധാന മുന്നറിയിപ്പ്. എന്നാൽ ഫെബ്രുവരി 15 ഉച്ചയ്ക്ക് മുമ്പ് ഹമാസ് കൂടുതൽ തടവുകാരെ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുമെന്നും അതുപോലെ ഗാസ മുനമ്പിൽ തീവ്രമായ പോരാട്ടം പുനരാരംഭിക്കുമെന്നുമായിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഉയർത്തിയ ഭീഷണി. ഇതിന് പിന്നാലെയാണ് ഇറാൻ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. ജനുവരി 19 പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ അനുസരിച്ച് എല്ലാ ശനിയാഴ്ചയും 3 ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കാനായിരിക്കും പ്രധാനമായും തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. പക്ഷെ കൈവിട്ട തീരുമാനങ്ങൾ എടുക്കാനാണ് നെതന്യാഹു കൈക്കൊള്ളുന്ന തീരുമാനമെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങളായിരിക്കും ഇസ്രയേൽ അനുഭവിക്കേണ്ടി വരിക എന്നതിൽ സംശയമില്ല. നിലവിൽ ഇസ്രയേലിന്റെ ഭീഷണികളൊന്നും തന്നെ ഇറാന്റെ അടുത്ത് ഏൽക്കുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ഹമാസിന്റെ നിലപാട് വ്യക്തമാണെന്നാണ് ഇറാൻ വക്താവ് ഹസീം ഖാസിം വെളിപ്പെടുത്തുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഭീഷണികളുടെ ഭാഷ ഹമാസ് അംഗീകരിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. തടവുകാരെ മോചിപ്പിക്കുന്നതിന് വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ ഇസ്രയേൽ പ്രതിജ്ഞാബദ്ധമാകണമെന്നും അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ആദ്യ 42 ദിവസത്തെ ഘട്ടത്തിൽ ഏകദേശം 2000 പാലസ്തീൻ തടവുകാർക്ക് പകരമായി 33 ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കാനായിരുന്നു പ്രധാനമായും തീരുമാനമായിരുന്നത്. ഈ സാഹചര്യത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരായ അമേരിക്കയുടെ കപട സമീപനത്തെ അപലപിച്ചുകൊണ്ട് ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവന പുറത്തിറക്കുകയുണ്ടായി. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരായ പരമാവധി സമ്മർദ്ദ നയം പുനഃസ്ഥാപിക്കുന്നത് പോലുള്ള ഇറാനുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെയും എല്ലാ ലംഘനങ്ങളുടെയും ഒരു പരമ്പര തന്നെ ഉൾപ്പെടുന്ന വസ്തുതാ പത്രമാണ് മന്ത്രാലയം പ്രധാനമായും പുറത്തിറക്കിയിരിക്കുന്നത്. ട്രംപിന്റെ ആദ്യ ടൈമിൽ അമേരിക്ക ഈ നയം ആരംഭിക്കുകയും അതുപോലെ നിലവിലെ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അത് പുനരാരംഭിക്കുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ ഇത്തരം പരസ്പര വിരുദ്ധമായ സമീപനം അവിശ്വാസം വർദ്ധിപ്പിക്കുകയും അർത്ഥവത്തായ നയതന്ത്ര ഇടപെടലിലുള്ള സാധ്യതയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഇറാനിയൻ അധികൃതർ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ഇങ്ങനെ നിലപാടില്ലാതെ അമേരിക്ക സ്വീകരിക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് അമേരിക്കയ്ക്ക് തന്നെ വെല്ലുവിളിയാകുന്നത്. ഗാസ മുനമ്പിലെ ഇസ്രയേലിന്റെ അതിക്രമങ്ങൾക്കും ഇറാനിയൻ ജനതയ്ക്കെതിരെ സാമ്പത്തിക ഉപരോധങ്ങൾക്ക് പിന്നിലുള്ള അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഇറാൻ ഒരു ചർച്ചയ്ക്കും വരില്ല. നിർബന്ധത്തിന് വഴങ്ങി ചർച്ചകളിൽ ഏർപ്പെടുന്നത് യുക്തിരഹിതവുമാണ്. അത് ഇറാന്റെ പരമാധികാരത്തിന് ചേർന്ന കാര്യമല്ലെന്നും ഇസ്ലാമിക് വിപ്ലവ നേതാവ് അയത്തുള്ള സയ്യിദ് അലി ഖമേനി തുറന്നു പറയുകയുണ്ടായി. ഇറാൻ തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന നയതന്ത്രത്തിനാണ് എപ്പോഴും മുൻഗണന കൊടുക്കുന്നത്. നയതന്ത്ര പരിഹാരങ്ങൾക്ക് പ്രതിജ്ഞാബദ്ധമാണെങ്കിലും തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്കെതിരായ ഏതൊരു ആക്രമണത്തിനും നിർണായകമായ പ്രത്യാക്രമണം തന്നെ എതിരാളികൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ പ്രധാനമായും നൽകുന്നത്.